സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയോജക മണ്ഡലത്തിലും ശക്തമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം 12.99% പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. വയനാട്ടിൽ നിന്നും ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിശദാംശങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, വയനാട് ലോക്സഭാ മണ്ഡലം രാജ്യം തന്നെ ഏറെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന പോളിംഗ് ശതമാനം, മറ്റു വിവരങ്ങൾ. സുരേഷ്, ഇപ്പോൾ 13.9% പോളിംഗ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചൂരന്മല നിവാസികൾ വോട്ട് ചെയ്യുന്ന ഇടത്താണ്. അവർക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകളിലാണ് അവർ വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ നിരന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. എല്ലാം നഷ്ടപ്പെട്ടതാണ്, സർവ്വവും നഷ്ടപ്പെട്ടവരാണ്. അവരാണ് ഇവിടെ വന്ന് വോട്ട് ചെയ്യുവാൻ ഇവിടെ എത്തി നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നവരുടെ ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വികാര നിർഭരമായിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത്തരത്തിൽ ആളുകൾ നിൽക്കുന്നു, തങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒരു സ്ഥലത്ത് നിന്നും വന്നിരിക്കുന്നു, ആ ഒരു സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്നു, ഇവിടെ നിന്നും അവർ വോട്ട് ചെയ്യുന്നു. അത്തരത്തിൽ വലിയൊരു വികാര നിർഭരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഈ ഒരു കാഴ്ച വലിയ രീതിയിൽ എല്ലാവരെയും കണ്ണീരലിയിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരാണ്, അവരാണ് ഈ രീതിയിൽ വോട്ട് ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തി നിൽക്കുന്നത്. അവർക്ക് വലിയ ഒരു സന്തോഷം കൂടിയുണ്ട്. തങ്ങൾക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ, തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ആശ്വാസം കൂടി ഇവർക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. ഇതിനെ തന്നെ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഇവർക്ക് പറയുവാനുള്ളത്. ചേട്ടാ, ഒരു വലിയൊരു ദുരന്തം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വോട്ടിങ്ങിന് വരുന്നത്, എന്താണ്? ഞങ്ങളെ നാട്ടിലെ ഇതുപോലല്ലായിരുന്നു തെരഞ്ഞെടുപ്പ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഉത്സവം പോലായിരുന്നു. ഇപ്പം നമ്മളെ ടൗൺ കണ്ടില്ലേ, ഇപ്പം നമ്മളെ സ്കൂൾ റോഡും അതൊക്കെ ഇങ്ങനെ വൈകുന്നേരം വരെ ജനസാഗരമായിരുന്നു. എല്ലാം കൊണ്ടും ഇപ്പോൾ വലിയൊരു വിഷമത്തിലാണ് ഇത് കാണുമ്പോൾ. ഞങ്ങൾ ഇത്ര കാലം അങ്ങനെ ആയിരുന്നു വോട്ട് ചെയ്തിരുന്നത്, അവർക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായും അത്തരത്തിൽ നമ്മുടെ ഇവിടെ മുൻപ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ പലരും ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പലരെയും നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. പറഞ്ഞപ്പോലെ കുറേ പേര് പോയി. ഭയങ്കര മൂപ്പര് പറഞ്ഞാൽ ഭയങ്കര ഉത്സവം പോലെയൊക്കെ, ടൗണിലൊക്കെ ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ പലരും വരുന്നു, വോട്ട് ചെയ്യുന്നു, പോകുന്നു. ബസ്സിലും ഇതിലൊക്കെ കുറേ പേര് പോയി, കുറേ വോട്ടർമാർ പോയി. അങ്ങനെ എന്താ ചെയ്യുക? തീർച്ചയായും നമ്മൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ കൂടിയും വലിയ സൗഹാർദ്ദത്തിൽ തന്നെയായിരുന്നു ഇവിടെ വോട്ടെടുപ്പ് ഇതിനു മുമ്പ് നടന്നത്. അതെ, ഈ ചൂരൽമല എന്ന് പറഞ്ഞ ഈ പ്രദേശം തന്നെ, കാരണം എല്ലാവരും ഒരു ഐക്യത്തോടെയും ഒരു ജാതി മതഭേദ അങ്ങനത്തില്ലാത്തൊരു ഐക്യത്തോടൊക്കെ നടന്നിരുന്നതും എല്ലാ പരിപാടിയും, ഇനി അമ്പലത്തെ പരിപാടിയായിട്ട് ഇതേപോലുള്ള പരിപാടിയായിട്ട് എല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട്, കാരണം അതൊരു വിഷമം തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇത് നടത്തണ്ടേ, അത് വിചാരിച്ചാൽ അത് വോട്ട് ചെയ്യാൻ വന്നതുള്ളൂ. എല്ലാവർക്കും വിഷമം തന്നെയാണ് കാര്യം. പല ആൾക്കാരും കാണാത്തവരാവില്ല. തീർച്ചയായും പലരെയും ഇവരിന്ന് ഈ ഒരു ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഇവർ കാണുന്നത് തന്നെ ഇപ്പോഴാണ്, അല്ലേ? ഒരു ദുരന്തം കഴിഞ്ഞു, പലരെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പഴയ ആൾക്കാരൊക്കെ നമ്മൾ കാണാനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തർ കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ കുറേ പേരെ കണ്ടു. ആരും പഴയതുപോലെ ഇല്ല, നമുക്ക് ആ വിഷമങ്ങൾ മാറുന്നില്ല. മനസ്സിന് ഇവിടെ കാണുമ്പോൾ ഇടങ്ങാറാണ് മനസ്സിന്. പഴയ ആൾക്കാരും ഒന്നും നമ്മളെ നാട് പോലെ ഒന്നും ആകുന്നില്ല ഇവിടെ പോയിട്ട് നിന്നിട്ട്. തീർച്ചയായും ആ വിഷമങ്ങൾ തന്നെയാണ് ഇവരെല്ലാം പങ്കുവെക്കുന്നത്. ചേച്ചി, എവിടെയായിരുന്നു ഇതിനു മുമ്പ്? ചൂരന്മലയായിരുന്നു. ഞങ്ങൾ നെല്ലിക്കാപ്പായിരുന്നു. എങ്ങനെ ഇപ്പോൾ കുറേ പേരെ നമ്മളിപ്പോൾ കാണാതെ ഇരുന്ന കുറേ നാളുകളായി കാണുന്നില്ല. കുറച്ച് ഇവിടുന്ന് ഇച്ചിരി മാറിയിട്ടുണ്ടായിരുന്നു. ചേച്ചി, എവിടെയായിരുന്നു? ഞങ്ങൾ ചൂരൽമലയിൽ. കുറേ പേര് നമുക്ക് നഷ്ടപ്പെട്ടവരുണ്ട്, ബന്ധുക്കളുണ്ടാവും, അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. പക്ഷെ കുറേ പേരെ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അതൊരു സന്തോഷമാണോ? സന്തോഷമായ സങ്കടമാണ്. നമ്മൾ കൂടെ നടന്നവർ ഒരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോൾ ആളില്ല, സങ്കടം തന്നെയാണ്. ഒരുപാട് സങ്കടമുണ്ട്. പിന്നെ സ്കൂളിൽ ഇത്രയും കൊല്ലം 55 കൊല്ലമായി 56 കൊല്ലമായി ഞാൻ ഇവിടെ വന്നിട്ട്. ഇത്രയും കൊല്ലം സ്കൂളിലാണ് വോട്ട് ചെയ്തത്, ഇന്നതില്ല. അപ്പോൾ വിഷമമാണ്. ഞാൻ താമസിക്കുന്നത് മൂപ്പനാട് പഞ്ചായത്തിൽ അരിപ്പറ്റയിലാണ് താമസിക്കുന്നത്, വാടക വീട്ടിൽ താമസിക്കുന്നത്. അതായത് നമ്മളെ സ്വന്തം സ്ഥലത്ത് നിന്ന് പറിച്ച് മാറ്റപ്പെട്ടു. 1 ഏക്കർ ചില്ലറ സ്ഥലമുണ്ട് ഇവിടെ, ഒക്കെ നശിച്ചു പോയി.
നമ്മുടെ പഴയ ആളുകളെയൊക്കെ കാണാൻ സാധിച്ചോ? നമ്മുടെ വീടിനടുത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ സാധിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇവിടുന്ന്? ഇല്ല, കാണുന്നില്ല. അത്യാവശ്യമുള്ളവരേ ഉള്ളൂ. ഒക്കെ നമ്മൾ അവിടെ പെട്ടുപോയിട്ട് ഇല്ല. തീർച്ചയായും സുരേഷ, ഇത്തരത്തിലാണ് വലിയ രീതിയിൽ അവർ വലിയ വിഷമത്തിലാണ്. പലരെയും കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ചിലർക്കുള്ള ഒരു സന്തോഷം തങ്ങളുടെ കുറേ പേരെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ ഒരു വികാര നിർഭരമായിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണ് വരുന്നത്. ചേട്ടാ, എവിടെയായിരുന്നു? ചൂരന്മലയായിരുന്നു. ചൂരന്മല സ്കൂൾ റോഡിൽ. ചൂരന്മല സ്കൂൾ റോഡിൽ നമ്മൾ ആ സ്കൂളിലായിരുന്നു അല്ലേ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്? അതെ, സ്കൂളിലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് മാറുമ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ആളുകളെ നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിച്ചു? അതെ, അതൊന്ന് കാണാൻ സാധിച്ചു. അതിൽ സന്തോഷമുണ്ട്. കുറേ വിഷമത്തിൻ്റെ ഇടയ്ക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം വിനിയോഗിക്കാൻ കഴിഞ്ഞത് സന്തോഷം. അതെ, തീർച്ചയായിട്ടും. അങ്ങനെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും കാണാൻ കഴിഞ്ഞാൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട് നമുക്ക്. ഒരുപാട് 2-3 മാസമായി എല്ലാവരും കണ്ടിട്ട്. ഇപ്പം ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാരെ ഈ മേപ്പാടിയും ചൂരൽമല ഭാഗത്ത് വെച്ചിട്ട് കാണാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും പറയുന്ന പോലെ നിങ്ങൾക്ക് അന്നൊരു ഉത്സവമായിരുന്നു അല്ലേ ശരിക്കും? പഴയ ഒരു വോട്ടെടുപ്പ് കാലഘട്ടം. ഇപ്പോൾ ഒരു വിഷമമുള്ള ഒരു ടൈമാണ്. വോട്ടിന് എന്നാലും നമ്മൾ വന്നു ചെയ്യുന്നു. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ചൂരമല മുണ്ടക്കൈ നിവാസികൾക്ക് പറയാനുള്ളത്. വലിയ ഒരു വിഷമത്തിൽ നിന്നും തങ്ങൾ കരകയറിയിരിക്കുന്നു. ആ വിഷമത്തിൽ നിന്നും കരകയറി വന്നു എങ്കിൽ തന്നെയും ഇപ്പോഴും ആ വിഷമം തങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും തങ്ങളുടെ ഉള്ളിൽ ആ ഒരു വിഷമം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ തങ്ങളുടെ പഴയ ആളുകളെയൊക്കെ കണ്ടു എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്തോഷമാണ് ഈ ചൂരന്മല നിവാസികൾക്കുള്ളത്. മുണ്ടക്കൈ നിവാസികൾക്ക് ഇവിടെയല്ല വോട്ട്. അവർക്ക് വോട്ട് നിശ്ചയിച്ചിരിക്കുന്നത് മേപ്പാടി സ്കൂളിലാണ്. അവിടെയാണ് ഇത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. വലിയ സൗഹൃദം പുലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ എവിടെയായിരുന്നു ഇതിനു മുൻപ്? എവിടെയായിരുന്നു? ചൂരന്മലയായിരുന്നു. ചൂരന്മല. ഇപ്പം നിങ്ങളുടെ പഴയ കൂട്ടുകാരൊക്കെ കാണാൻ സാധിച്ചു? കൂടെ വന്നപ്പോ ഒരാൾ കാണാം. അതെ, സന്തോഷമുണ്ട്. കുറെ നാളായില്ലേ? ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നത് ഡാമിന്റെ ഇവിടെ. ഇവരൊക്കെ നാട്ടിൽ പോയിരിക്കണേ. അറിയുന്ന ആൾക്കാരൊക്കെ കുറെ പോയില്ലേ, എല്ലാവരും പോയില്ലേ. ഞങ്ങൾ അയൽവാസി 10 ആള് പോയി. ആൾക്കാരൊക്കെ കണ്ടോ? പഴയ ആളെ കണ്ടു. പഴയ ആളുകളെ ഞാൻ കണ്ടു. ഞാൻ പോയില്ലേ. നീ നമ്മൾ എന്ത് അവിടെ വെച്ച് കാണാനോ? നല്ല സങ്കടത്തില് ഉണ്ട്. വലിയ സന്തോഷമുണ്ട്. കുറെ പേരെയൊക്കെ കാണാൻ സാധിച്ചല്ലോ. കണ്ടതാ. എന്താ ചെയ്യാ, ഞങ്ങൾ കുറച്ച് ദിവസമായി പോയിട്ട്. അങ്ങനെ വിവരം അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമായിരുന്നു ഞങ്ങൾക്ക്. എൻ്റെ റോട്ടിലാക്കി ഞങ്ങൾ താമസം അവളെ വീട് വിറ്റിട്ട് കുറച്ച് ദൂരം പോയി. അതുകൊണ്ട് ഞങ്ങൾ തപ്പിച്ച് രക്ഷപ്പെട്ടു. പിന്നെ കാണാൻ സാധിക്കും. കാണാൻ എല്ലാവരും ഇപ്പോൾ കാണട്ടെ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വലിയ വിഷമത്തിലാണ് നമുക്കടക്കം. അത് ഏത് രീതിയിലാണ് നമുക്കത് പറയണ്ടേ എന്ന് അറിയില്ല. നമ്മളൊക്കെ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ അതിലും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ആളുകളെല്ലാം വോട്ട് ചെയ്യാൻ എത്തുന്നു. തങ്ങളുടെ ആളുകളെ കാണുന്നത് കുറേ മാസങ്ങൾക്ക് ശേഷം, 3 മാസങ്ങൾക്ക് ശേഷമാണ് ആളുകളെ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു വികാര നിർഭരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ബൂത്തിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്. സുരേഷ്. യെസ്, അർജുൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ദൃശ്യങ്ങളിലും കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ വികാരനിർഭരമായ ഒരു അന്തരീക്ഷമാണ്. പലരും പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്, അതിലേറെ സങ്കടമുണ്ട്. കാരണം ഉള്ളിൽ ഒരു വിങ്ങലോടെയാണ് അവരെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ചുരമല സ്കൂളിലാണ് എല്ലാവരും ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവം ആ ദിവസം എത്തിച്ചേരാറുള്ളത്. അവരൊരുമിച്ച് വോട്ട് ചെയ്ത് സന്തോഷത്തോടെ പിരിഞ്ഞു പോകുന്നു. പക്ഷേ ഇക്കുറി മറ്റൊരു സ്ഥലത്ത് അവർക്ക് വോട്ട് ചെയ്യേണ്ടി വരുന്നു. പലരെയും ഉറ്റവരെയും ഇടയവരെയും കാണാത്ത ഒരു സങ്കടമുണ്ട്. എന്നാൽ ചിലവരെ കണ്ടതിൻ്റെ, മാസങ്ങൾക്ക് ശേഷം കണ്ടതിൻ്റെ ഒരു സന്തോഷവും അവർ മറച്ചു വെക്കുന്നില്ല. അപ്പം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മറ്റ് പോളിംഗ് സ്റ്റേഷനുകളിലൊക്കെയും തികച്ചും സമാധാനപരമായിട്ട് തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും വലിയ പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നതും അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വലിയ സമാധാനപരമായിട്ടാണ് ഇപ്പോൾ ഇത്ര നേരവും പോളിംഗ് പോയിട്ടുള്ളത്. ഭേദപ്പെട്ട ഒരു പോളിംഗ് ഈ വയനാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് വലിയ സങ്കടം എന്ന് പറയുന്നത് ഈ ചൂരന്മല മുണ്ടക്കൈ നിവാസികളെയൊക്കെ കാണുമ്പോഴാണ്. എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവർ വോട്ട് ചെയ്യാൻ നിൽക്കുന്നു, തങ്ങളുടെ സംവിധാനം വിനിയോഗിക്കുന്നു. ഏറെ ഒരു സങ്കടം ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ഈ വിഷലിലൂടെ കാണുവാൻ സാധിക്കുന്ന പോലെ തന്നെ എല്ലാവരും തങ്ങളുടെ സൗഹൃദം അങ്ങോട്ടും ഇങ്ങോട്ടും പുലർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പലരും പരസ്പരം
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തങ്ങളുടെ വിശേഷങ്ങൾ, അത് കുറേ നാൾ കാണാത്തതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. ആ പങ്കുവയ്ക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. ഇത്തരത്തിൽ ഏകദേശം 13% വോട്ടുകൾ ഇപ്പോൾ തന്നെ പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ. അതുകൊണ്ട് തന്നെ ഭേദപ്പെട്ട ഒരു പോളിംഗ് ആണുള്ളത്. ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നവരാണ്. അവരാണ് ഈ പരസ്പരം സംസാരിച്ചും തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചും ഇവിടെ ഈ ഒരു വോട്ട് ചെയ്യുവാൻ എത്തുന്നത്. നമ്മൾ തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ നിന്നും ഇവരുടെ ഈ കണ്ണീരിലേക്ക് എത്തുന്നത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു പെടച്ചിൽ, ഉള്ളിൽ എവിടെയോ ഒരു പെടച്ചിൽ നമുക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അവരെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കാണിക്കുന്ന ആ സൗഹൃദം. എല്ലാം നഷ്ടപ്പെടാം, മനുഷ്യൻ എത്ര അഹങ്കരിച്ചാലും എല്ലാം നഷ്ടപ്പെടാം എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ ചൂരമല മുണ്ടക്കൈ നിവാസികളുടെ ഈ ദുരിതം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും ഇവർക്ക് ദുരിതം തന്നെയാണ്. യാതൊരു വിധത്തിൽ നടപടിയും സർക്കാർ ഇവർക്ക് വേണ്ടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. അത് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്ക LDFനും UDFനുമുണ്ട്. അത്തരത്തിൽ ഒരു ആശങ്കയിലൂടെയാണ് LDFും UDFും ഇപ്പോൾ ഉള്ളത്. കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സർക്കാർ നൽകാത്തത്, അതായത് കേന്ദ്ര സർക്കാരിന് നൽകാത്തത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ്. ഇവർക്ക് തിരിച്ചടി ലഭിക്കുമെന്നുള്ള തിരിച്ചടിയാണ് ചൂരമലക്കാർക്ക് നൽകിയിട്ടുള്ളത്. അതായത് കൃത്യമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലെ കണക്ക് പ്രകാരമാണ് തങ്ങൾ പണം നൽകേണ്ടത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ എല്ലാം വോട്ടുകൾ തങ്ങൾക്ക് തന്നെ വീഴും, അല്ലെങ്കിൽ അവർ തങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ NDA ക്യാമ്പിനുണ്ട്. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി ഈ ചൂരമല ദുരന്തം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രി ഈ പ്രദേശത്ത് എത്തിക്കുകയും പിന്നീട് ഈ പ്രദേശവാസികളോടൊപ്പം നടക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, ചൂരമല പ്രദേശമാകെ ചുറ്റി നടന്നിട്ടുള്ള ഒരു പ്രധാനമന്ത്രി അത്രയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയിരുന്നു. കേന്ദ്ര സർക്കാർ എന്നും കൂടിയുണ്ട്, കേന്ദ്ര സർക്കാർ എന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും വയനാടിനെ നമുക്കിനി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കൂടുതലായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നതാണ്. അതായത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങളാണ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിരവധി പ്രശ്നങ്ങളാണ് വയനാട് ജനത അഭിമുഖീകരിക്കുന്നത്. ഇതെല്ലാം രാഷ്ട്രീയപരമായിട്ട് ഏത് തരത്തിൽ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്നുള്ള ഒരു ആലോചന ആയിരിക്കാം മുന്നണികൾക്കുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങളൊക്കെ ചൂരന്മല വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.